गणपति गणनायकने शिव शंकर सन्ददिये ഗംഭീരാകൃതിയായൊരു മൂർത്തി ശബ്ദശുഭങ്കരനേ സുരശബ്ദശുഭങ്കരനേ ചെങ്കണപതി സുരസുന്ദര ഗണപതി നർത്തന ഗണപതിയേ ചെഞ്ചിട ചൂടിയ ചന്ദ്രകലാധര പുത്ര ഗണേശ്വരനേ ശിവപുത്ര ഗണേശ്വരനേ പർവതനന്ദിനി തന്നുടെ ആത്മജനായ വിനായകനേ ചിത്രവിചിത്ര സ്വരൂപഗണങ്ങൾ കതി കതി ഗണപതിയേ ജയ 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 ഗണപതിയേ ഇരുവരും അതുപോൽ കരളിലുദിക്കുക വരദേ വരമൊഴി ശുഭചരിതേ പരമതിലമരാൻ വരമരുളീടുക തിരുവടിയഴകേ ശിവചരിതേ വരയോഗിനി ശുഭരേ വരമൊഴിയേ ത്രിപുരയുവതിയായ അഴകൊടുവാഴും തിരുമുഖിയേ ജയ കാമദയേ കച്ചവിവീണാവാഹിനി വാഴി വാഗ്ദേവത പരയോഗിനിയേ അതിലതിലതിയഴകൊടുവാഴരുളൂ ഇരവൊടു വിളയാടിയിടുകയിൽ മനകളിരിൽ വാണി കരഗുണയേ വിജയത്തിൻ കഥ വിരചിച്ചമരുവ അജസഹധർമ്മിണി തുണയരുളൂ വരശുഭമധുശാരദേ ശിവമൊഴിയേ വരശുഭമധുശാരദേ ശിവമൊഴിയേ വരശുഭമധുശാരദേ ശിവമൊഴിയേ ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി വിഷ്ണുനുതേ ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते सुरवरहर्षिणि दुर्धरदर्शिनि दुर्मुखवर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करतोषिणि कल्मषमोषिणि घोषरते तनुजनिरोषिणि दिविसुधरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते ऐ जगदम्ब मदम्ब कदम्ब वनप्रियवासिनि आसरदे शिखरि शिरो
പരം താനെന്നേ ചൊൽവാൻ ഹന്ത നിനച്ചാലാളാകൂ പൊന്നിൻ മകുടം ശിരസി ധരിച്ചും പിന്നും തിലകം നെറ്റിയിലും താമരദളമതിനാമയമേകും കോമളമാകും നയനയുഗം നെല്ലിൻ പൂവിൻ ഉള്ളിൽ കള്ളും കള്ളുകുളയ്ക്കും നാസികയും ഉണ്ണിപ്പഴമതിനിണ്ടൽ മുഴുക്കും ചുണ്ടുകൾ രണ്ടും കണ്ടീടിൽ വെളുവെളയുള്ളൊരു മുത്തിനോടൊക്കും തെളുതെളയുള്ളൊരു പല്ലുകളും കർണദ്വയമതിൽ മീനാകാരം കുണ്ടലയുഗളം ചാർത്തി മുതാ ചന്ദ്രനോടൊക്കും തിരുവദനം മൃദു സുന്ദര മന്ദസ്മിതരുചിയും കൈയുകളിൽ ചക്രാദികളും കങ്കണവരകടകാദികളും സ്വസ്ഥിതമാകും കണ്ഠം തന്നിൽ നിസ്തുലമാകും കൗസ്തുഭവും പുഷ്കൃതഹരമായിടുമുരസ്സിൽ നിഷ്കം പുഷ്കരമാലകളും തുളസി പിച്ചകമാലകളും നൽമുല്ലപ്പൂമലർമാലകളും നാനാവിധമാം മണിമാലകളും മനം ചേരും വനമാല കടിതടദേശെ പീതാംബരവും പടികൊടു ചാർത്തിയരഞ്ഞാണം ഹരിവരകരസമമൂരുദ്വയവും സുരുചിരചാരുദ്വയവരവും ശ്രീപതിപാദ ദ്വന്ദ്വം തന്നിൽ ശോഭിച്ചിടും നൂപുരവും നന്നായി ചാർത്തിയ നന്ദൻ തന്നിൽ ആനന്ദേന വസിച്ചരുളും ഭക്തിയോടർപ്പിച്ചിടും തുളസി പത്രം കൊണ്ടു വിളങ്ങിടും മംഗളമൂർത്തേ നിൻ കഴലടിയൻ മംഗളമതിനായി കൂക്കുന്നേ ഭക്തിയോടർപ്പിച്ചിടും തുളസി പത്രം കൊണ്ടു വിളങ്ങിടും മംഗളമൂർത്തേ നിൻ കഴലടിയൻ മംഗളമതിനായി കൂക്കുന്നേ മംഗളമൂർത്തേ നിൻ കഴലടിയൻ മംഗളമതിനായി കൂക്കുന്നേ. കമനീയ കാമരൂപ കമലേക്ഷണ കമലാകാന്ത കൃപ ചൊരിയിൻ കലിമലഹരണ ജയ കൃഷ്ണ ജയ ജഗദീശ കമനീയ കാമരൂപ കമലേക്ഷണ കമലാകാന്ത കൃപ ചൊരിയിൻ കലിമലഹരണ ജയ കൃഷ്ണ ജയ ജഗദീശ പിന്നിലെങ്ങും മണ്ണിലെങ്ങും നടമാടും രാധാപതിയെ ഭക്തമനം കുളിർ
കലിനാഗക്കാളിയന്മേ കല്യമെഴും നൃത്തമതാടി അഹിവരനുടെ അഹമതു തീർത്ത കരിമുകിലൊളി വർണ്ണമുകുന്ദ കലിനാഗക്കാളിയന്മേ കല്യമെഴും നൃത്തമതാടി അഹിവരനുടെ അഹമതു തീർത്ത കരിമുകിലൊളി വർണ്ണമുകുന്ദ കരിമുകിലൊളി വർണ്ണമുകുന്ദ കരിമുകിലൊളി വർണ്ണമുകുന്ദ നിളക്കിക്കൊണ്ടിങ്ങോരുണ്ണിയോടുന്നതുണ്ടേ പിന്നിലൊരമ്മയുണ്ടേ കണ്ണായെന്നോതിപ്പായുന്നതുണ്ടേ വെണ്ണകുട്ടിയൊരെണ്ണം മുട്ടുവാൻ പിന്നാലെ ഓടുന്നുണ്ടേ പിന്നെ നമ്മെ എന്നായി ഉണ്ണിക്കണ്ണൻ കൊഞ്ചി പറയുന്നുണ്ടേ വരില്ലെന്നമ്മ മൊഴിയുന്നുണ്ടേ ഉണ്ണിവാൽ കുത്തിയുണ്ണി കണ്ണനം നേരം ചിരിക്കുന്നുണ്ടേ ചന്തത്തിൽ പീതപ്പട്ടും ചുറ്റിക്കൊണ്ടുണ്ണി ചരിക്കുന്നുണ്ടേ കാൽത്തളിൽ കൊണ്ടുമേതും ബോധത്താൽ കോരിത്തരിക്കുന്നുണ്ടേ കോലമയിൽ കിളിയും പലതരം മലപലക്കങ്ങളും നീലണിഞ്ഞൊരുണ്ണി കണ്ണനോടി നടക്കുന്നുണ്ടേ ഓടക്കുഴലുന്നുണ്ടേ കയ്യിലായോ മനച്ചുണ്ടു ചേർത്തു ൂതുന്നു ഉണ്ണിയമ്പോ ഉൾക്കാമ്പിൽ ആനന്ദമെത്തിരുന്നു ഉണ്ണിക്കൊരേട്ടനുണ്ടേ ബലരാമനിൽ കവനിറയുണ്ടേ കൂട്ടുകാരിറയുണ്ടേ ഉണ്ണിക്കു കുട്ടിക്കുറുമ്പുമുണ്ടേ കാര്യം ചോദിച്ചെന്നാൽ അവനൊരു കൊഞ്ചിക്കിടുങ്ങലുണ്ടേ മഞ്ജുതരമതായി പുഞ്ചിരി പൈമ്പാലൊടുക്കലുണ്ടേ പഞ്ചാരപ്പാലിനായി പശുപ്പട്ടൻ പിന്നാലെ പായുന്നുണ്ടേ ഉച്ചരിപ്പല്ലുമായി വായ്മലർ കാട്ടിച്ചിരിക്കുന്നുണ്ടേ ഗോപികമാരുമൊത്തി ഗോവിന്ദൻ ലീലകളാടുന്നുണ്ടേ ഗോകുലം തന്നിലായി ഗോപാലൻ മായകൾ കാട്ടുന്നുണ്ടേ ഇളക്കിക്കൊണ്ടിങ്ങോരുണ്ണിയോടുന്നതുണ്ടേ പിന്നിലൊരമ്മയുണ്ടേ കണ്ണായെന്നോതിപ്പായുന്നതുണ്ടേ പിന്നിലൊരമ്മയുണ്ടേ കണ്ണായെന്നോതിപ്പായുന്നതുണ്ടേ. പാരം തോഴുന്നു കൃഷ്ണ നിൻ പാദങ്ങൾ ഞങ്ങൾ പാരം തോഴുന്നു കൃഷ്ണ നിൻ പാദങ്ങൾ ഞങ്ങൾ പാരം തോഴുന്നു ശ്രീകൃഷ്ണ ത്വൽപദമലരിണയാദരവോടതി ബോധമിയെന്നഴലൊക്കെ ഒഴിച്ചതി ഭക്തി വലിച്ചു സ്തുതിച്ചു തൊഴുന്നിവ മാധവ മാനുഷ കൃഷ്ണ മുരാരെ പാരം തൊഴുന്നു കൃഷ്ണ നിൻ പാദങ്ങൾ ഞങ്ങൾ പാരം തൊഴുന്നു ശ്രീകൃഷ്ണ ത്വൽപദമലരിണയാദരവോടതി ബോധമിയെന്നഴലൊക്കെ ഒഴിച്ചതി ഭക്തി വലിച്ചു സ്തുതിച്ചു തൊഴുന്നിഹ മാധവ മാനുഷ കൃഷ്ണ മുരാരെ പാരം തൊഴുന്നു കൃഷ്ണ നിൻ പാദങ്ങൾ ഞങ്ങൾ പാരം തൊഴുന്നു കൃഷ്ണ നിൻ പാദങ്ങൾ ഞങ്ങൾ പാരം തൊഴുന്നു ശ്രീകൃഷ്ണ. നമസ്കാരം. PCVയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. PCV ഇന്നുള്ളത് ഒരു വലിയ സംഘത്തോടൊപ്പമാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന നാട്ടുചൊല്ല് നമുക്കെല്ലാവർക്കും അറിയാം. ഓണത്തോടനുബന്ധിച്ച് എല്ലാവരും തിരക്കിലാണ്. ഓണം കേരളം മൊത്തമായി ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് ഇന്ന് മൊത്തമായി ഉള്ളത് കേരളം. അതുകൊണ്ട് തന്നെ PCV ഇത്തവണ വൈവിധ്യമാർന്ന പരിപാടി ഒരുക്കി പ്രേക്ഷകർക്കൊപ്പം തന്നെ ഇത്തവണ ഓണം ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു പിന്നൽ തിരുവാതിര സംഘമാണ്.
ഈ പിന്നൽ തിരുവാതിര എന്ന് പറഞ്ഞ പ്രേക്ഷകർക്കൊരു സംശയം തോന്നും എന്താണ് സംഭവം എന്ന്. പക്ഷേ ഇവരുടെ ഡാൻസും മറ്റ് തിരുവാതിര കളിയെല്ലാം കണ്ടാൽ ആ സംഭവം മാറി കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ടീമാണ് ഇന്ന് എൻ്റെ ഒപ്പം ഈ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വന്നെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവരുടെ ഓണവിശേഷങ്ങളിലേക്ക് പോകാം. അതുപോലെ തന്നെ എന്താണ് പിന്നൽ തിരുവാതിര എന്നുള്ള കാര്യവും നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങൾ? എന്തൊക്കെയാ? നല്ല വിശേഷമാണോ? നല്ല വിശേഷം. എന്താ പേരെന്താ? ശ്രീലജ. പേരെന്താ? ദിവ്യലക്ഷ്മി. നല്ല വിശേഷമാണോ? ഓണത്തിന് എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാം. പേര്? നിഷ. പേര് പറഞ്ഞില്ല. ജ്യോതി. പേര്? ഷാജി. സന്ധ്യ. പ്രസീത. പ്രസീത ടീച്ചറെ, ഓണത്തിന് എങ്ങനെയുണ്ട് പരിപാടി? ഓണം നമ്മൾ കുറച്ച് വയനാട് ദുരന്തത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ട്. എന്നാലും ഓണം സൂപ്പറാണ്. ഓണം അങ്ങനെ ആഘോഷിക്കണം എന്നാണ്. ഓണം സൂപ്പർ അല്ലേ? വീട്ടും ഏത് ദുരിതത്തിലും നമ്മൾ കൊണ്ടുപോകണം എന്നാണല്ലോ. ഓണം സൂപ്പർ അല്ലേ? ഓണം നല്ല ഓണം. പേരെന്താ? വനജ. സിന്ധു. ഇത് ഒരാൾ കണ്ട. പേരെന്താ? പ്രണമ്യ. പ്രണമ്യ. ഓണം എങ്ങനെയുണ്ട്? നല്ല ഓണമല്ലേ? ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയുള്ള ആളാട്ടാ അത് കൃഷ്ണൻ. പേര്? ഭാവന. രമ്യ. ജിഷ. വിജിത. ഓണം എങ്ങനെയുണ്ട്? നല്ലതാണ്. ശ്രീനന്ദ. ചേട്ടൻ്റെ പേര്? മണികണ്ഠൻ. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ടീമാണ് ഇന്ന് PCVക്കൊപ്പം ചേരുന്നത്, പിന്നൽ തിരുവാതിര ടീം. എന്താണ് പിന്നൽ എന്നുള്ളൊരു തിരുവാതിര കോൺസെപ്റ്റ് വരാൻ കാരണം എന്താ? നമ്മൾ തിരുവാതിരക്കളി ഞങ്ങൾ വാർഷികത്തിനാണ് ഇവിടെ ആദ്യമായിട്ട് പിന്നൽ തിരുവാതിര ചെയ്തത്. തിരുവാതിരക്കളിയുടെ കൂട്ടത്തിലാണ് പിന്നൽ തിരുവാതിര ചെയ്തത്. ഇത് ശരിക്കും പിന്നൽ തിരുവാതിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഈ കോവിലകങ്ങളിൽ തമ്പുരാട്ടിമാർ കളിച്ചിരുന്ന ഒരു കലാരൂപമാണിത്. വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ നാലുദേശം കൈകൊട്ടികളി സംഘത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ്. അപ്പം അമ്മ ഒരു നൃത്ത അധ്യാപിക കൂടിയാണ്. അപ്പോൾ ആ കോവിലകത്തിൻ്റെ അടുത്ത് ഐരാഴിപ്പടി, പെരിന്തൽമണ്ണയ്ക്കടുത്ത് മങ്കട ഐരാഴിപ്പടി കോവിലകത്തിൻ്റെ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു, ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ പിന്നൽ തിരുവാതിര ഞാനൊക്കെ അമ്മയുടെ അടുത്തു നിന്നാണ് പഠിച്ചത്. അത് കയർകോലാട്ടം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ഒന്നുകിൽ സാരിയോ കയറോ പാട്ടിൻ്റെ താളത്തിനൊപ്പം കളിച്ചുകൊണ്ട് പിന്നുകയും പാട്ട് തീരുമ്പോഴേക്കും ഇത് അഴിക്കുകയും ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏകാഗ്രത വേണം. ഒരാൾക്ക് ചെറിയൊരു തെറ്റ് പറ്റിയാൽ ഈ കളി മൊത്തം പാകപ്പിഴയാവും. അതുകൊണ്ട് അത്രയും ശ്രദ്ധാപൂർവം കളിക്കേണ്ട ഒരു കലാരൂപമാണിത്. തിരുവാതിരക്കളിപ്പാട്ട് കൂടുതലും ശ്രീകൃഷ്ണൻ്റെ പാട്ടുകളൊക്കെയാണ് അതിൽ ഉപയോഗിക്കുക. ഇപ്പം പിന്നെ കാലത്തിനനുസരിച്ച് എല്ലാതരം പാട്ടുകളും ഉപയോഗിക്കുന്നുണ്ട്. പഴയ കലാരൂപങ്ങളൊക്കെ വീണ്ടും പ്രചാരത്തിൽ വരുന്നൊരു കാലമാണിത്. തിരുവാതിരക്കളി സംഘങ്ങൾ ധാരാളമുണ്ട്. അതോടൊപ്പം കയർകോലാട്ടവും ഇപ്പോൾ സജീവമാണ്. അപ്പോൾ അതിൽ ഞങ്ങളും പങ്കുചേരുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ടീം എങ്ങനെയാണ് സെറ്റായത് മൊത്തത്തിൽ? ആര് പറയൂ അതിൻ്റെ ഉത്തരം? ആര് പറയും? എങ്ങനെയാണ് ഈ മൊത്തത്തിലൊരു ടീം എങ്ങനെയാണ്? ഇത് മൊത്തം ഇവരെല്ലാവരും ടീച്ചർമാരാണോ? ഏത് സ്കൂളിലെ ടീച്ചർമാരാണ്? ഞങ്ങൾ പെരിങ്ങോട് പൂമുള്ളിമന, ഈ മനയുടെ മാനേജ്മെന്റ് ഉള്ള സ്കൂളിലാണ് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് LKG തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളാണത്. അതിൽ എല്ലാത്തിനും ഞങ്ങളുടെ അംഗങ്ങളുണ്ട്. ഞങ്ങൾ വാർഷികത്തിനാണ് ഇത് ആദ്യം കളിച്ചത്. പിന്നെ ഞങ്ങൾ മോഹനം തിരുവാതിരക്കളി സംഘം എന്ന പേരിലാണ് ഗുരുവായൂർ, ഞാങ്ങാട്ടിരി, പിന്നെ തൃശ്ശൂർ, പെരിങ്ങോട്ടുകര, അങ്ങനെ 2-3 അമ്പലങ്ങളിൽ കളിക്കാൻ അവസരം കിട്ടി. അധ്യാപകരാണ് മൊത്തത്തിൽ ഞങ്ങളുടെ വളരെ തിരക്ക് പിടിച്ച ഇടയിലും തിരുവാതിരക്കളി, അതും സാധാരണ തിരുവാതിരയല്ല, ഒരു വ്യത്യസ്തമായ ഒരു തിരുവാതിരക്കളിയാണ് ഇവർ പ്രാക്ടീസിനൊക്കെ ഒരുപാട്. എങ്ങനെയാണ് ഇതിനിടയിൽ എങ്ങനെ സമയം കണ്ടെത്തുന്നത്? അത് നല്ല ബുദ്ധിമുട്ടാണ് എല്ലാവരെയും. ഇന്ന് തന്നെ ഞങ്ങളുടെ 4 അംഗങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. മൊത്തം എത്ര പേരുണ്ട്? 18 പേരും 2 പാട്ടുകാരും ഇടയ്ക്കയും അടങ്ങുന്ന സംഘമാണ് ഞങ്ങളുടെ. ഈ വരാത്തവരുടെ പേര്? വരാത്തവര് ഒന്ന് നിഷ, സൗമ്യ, പിന്നെ അഞ്ജലി, ബിന്ദു. ഈ 4 പേരാണ്. കല്യാണങ്ങളൊക്കെ ഉള്ള ദിവസമല്ലേ, അപ്പോൾ അവർക്ക് പറ്റിയില്ല. അതാണ് അവര് ഞങ്ങൾ ഓർക്കുന്നു ഈ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം, അതുപോലെ തന്നെ എക്സാമുകൾ വരുന്നു, ഓരോ വർക്കുകളെല്ലാം വരുന്ന സമയത്താണ് ഈ ഒരു പിന്നൽ തിരുവാതിര എന്ന് പറഞ്ഞൊരു ആശയമായിട്ട് വരുന്നു. അത് മുൻകാലത്തുണ്ടായിരുന്ന സംഭവമാണ് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിച്ചത്. അത് എങ്ങനെ ഒരു മനസ്സെങ്ങനെ വന്നു സംഭവം? അത് ഒന്നാമത് ഇതിൽ പലർക്കും നല്ല താല്പര്യമാണ്. ഇതിൽ വിജിത പറഞ്ഞത് ഈ കുട്ടിയുടെ കാല് മിനിഞ്ഞാന്ന് ഫ്രാക്ചറായി. അപ്പോൾ ഞങ്ങളിത് എന്ത് ചെയ്യണം, ഒരാളില്ലെങ്കിൽ ഒരാൾക്ക് പെയർ ഉണ്ടാവില്ല.
പക്ഷെ കളിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് വന്ന ആളാണ് വിജിത. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ എല്ലാം ഉഷാറായിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ താല്പര്യം തന്നെയാണ് ഒന്നാമത്തെ ഘടകം. പിന്നെ ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ, എല്ലാവരും സ്കൂളിലാവുകൊണ്ട് ഒരേ സ്കൂളിലായതുകൊണ്ട് വേറെ ഇവിടുന്ന് വരാനില്ലല്ലോ, ഒരേ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് ആ ഒരു സന്ദർഭം. പിന്നെ ശനിയും ഞായറും ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട്. ഇതിൽ എത്ര എഫേർട്ട് ഇട്ട ഒരാള് നമ്മൾ പരിചയപ്പെടുത്താതെ പോവാതിരിക്കാൻ വളരെ മോശമാണ്. ഒന്ന് എങ്ങനെയുണ്ട്, ഓണത്തിന്റെ സമ്മാനമാണോ അത്? അല്ല, അത് ചെറിയൊരു അബദ്ധം പറ്റി. എന്ത് പറ്റി? അത് ഗേറ്റ് കാലില് അടുക്കിയായിരുന്നു. അങ്ങനെ ഈ ഒരു തിരുവാതിരക്കളി ഇവിടെ കളിച്ചേ പോവുള്ളൂ, അത് കാല് മുറിഞ്ഞിരിക്കുകയാണ്, എന്നാലും തിരുവാതിരക്കളി ഇവിടെ കളിച്ചേ പോവുള്ളൂ എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് വന്നത്. എന്തൊക്കെ പോകുന്നു? ഓണത്തിന് വിശേഷങ്ങൾ എന്തൊക്കെയാ? നല്ല വിശേഷങ്ങൾ, സുഖമായി പോണു. അങ്ങനെ കുട്ടികളൊക്കെ എന്ത് പറയുന്നു? സ്കൂളിലെ മോളാണോ? കൃഷ്ണനാണോ മോള്? അതെ. സ്കൂളിലെ കുട്ടികളൊക്കെ എന്ത് പറയുന്നു? സുഖമായിരിക്കും. ഓണത്തിന്റെ തിരക്കിലേക്ക് പോയോ സ്കൂളില്? ഇപ്പൊ പിന്നെ എക്സാം തിരക്ക് ഒക്കെ ആയിട്ട് അങ്ങനെയാണ്. അപ്പൊ ഇതിനൊരു കൃഷ്ണന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഞങ്ങൾ കലോത്സവത്തിന് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ തന്നെയാണ് തിരുവാതിരക്കളി പഠിപ്പിച്ച് കൊണ്ടുപോകാറ്. സബ് ജില്ലയിലും ജില്ല വരെയും ഒക്കെ പോവാറുണ്ട്. ജില്ലാ തലത്തിലൊക്കെ സമ്മാനങ്ങൾ മേടിക്കാറുണ്ട്. അപ്പോൾ വേറെ പുറത്തുനിന്ന് ആരെയും ഞങ്ങൾ വിളിക്കാറില്ല. ഇതാ ഷാജി ടീച്ചർ, പിന്നെന്താ വനജ ടീച്ചർ, ഇതാ സിന്ധു, ഞങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ വേറെ ആരെയും ഞങ്ങൾക്ക് വിളിക്കേണ്ടി വരാറില്ല. ഉണ്ട്. സാധാ തിരുവാതിരക്കളി ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട്. നമുക്ക് കൃഷ്ണന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവാം. പേര് പറഞ്ഞേ? പ്രണമ്യ. എത്രാം ക്ലാസ്സിലാ? 6ല്. എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒക്കെ വിശേഷം? എന്തൊക്കെയാ? സ്കൂളിലൊക്കെ എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. ഓണത്തിന് സദ്യ ഉണ്ടാവില്ലേ? ഓണത്തിന് എന്താ പരിപാടി? വെക്കേഷനായിട്ട് ഇങ്ങനെ ഡാൻസും വീഡിയോയൊക്കെ എടുക്കണം എന്നുണ്ട്. റീൽസ് എടുക്കാനാണോ? റീൽസിന്റെ കാലഘട്ടമാണ്. എങ്ങനെയാ ഇവരുടെ ഒപ്പം വരുന്നത്? എങ്ങനെയാ അമ്മ ഉള്ളതുകൊണ്ടാണോ വന്നേ? ഏട്ടനും കൊണ്ടാക്കുന്നു. അപ്പൊ എന്തൊക്കെ റീൽ എടുക്കും ഇനി പോയി കഴിഞ്ഞാൽ? കൃഷ്ണന്റെ വേഷത്തിൽ തന്നെയാണോ? കൃഷ്ണന്റെ വേഷത്തിലെടുക്കും. പിന്നെ സാധാ ക്ലാസിക്കൽ ഡാൻസ് പോലത്തെ എടുക്കും. ഈ കൃഷ്ണന്റെ ഒരു പെർഫോമൻസ് അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു തിരുവാതിര കളിയില്. ഏതായാലും ബാക്കിയുള്ളവരുടെ വിശേഷങ്ങൾ, ഓണത്തിന്റെ വിശേഷം എന്തൊക്കെയാ? എല്ലാവരും ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഉഷാറല്ലേ ഓണമെല്ലാം? ഓണം എല്ലാവർക്കും ഓണം ആശംസിക്കുന്നു ഞങ്ങളുടെ വക. എല്ലാവർക്കും എല്ലാ സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന്. അതുപോലെ തന്നെ ടീച്ചറെ, ഞാൻ ചോദിക്കാൻ വിട്ടൊരു കാര്യം, ഇതിന് ഈ കയറിന്റെ ഒരു സംഭവം നമ്മൾ കണ്ടു, ഈ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഒരു പെർഫോമൻസ് ഇപ്പോൾ കാണും. അപ്പോൾ ആ കയറിന്റെ എന്താണ് സംഭവം? അത് ഇങ്ങനെ കെട്ടി ഒരുക്കുന്നു കാര്യങ്ങളെല്ലാം? അത് സാരി കയറാണ് ഉപയോഗിക്കുക. കയർ കോലാട്ടം എന്നതിന് പേരുണ്ട്. കയറിന് പകരം സാരി ഉപയോഗിക്കും. സാരി ആകുമ്പോൾ കുറച്ചും കൂടിയും കാണാനും അതിനൊരു പല നിറത്തിലുള്ള സാരി കെട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് സാരിയും കൂടി ഉപയോഗിക്കുന്നത്. അത് പാട്ട് പാടുന്നതിനനുസരിച്ച് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഉള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് അത് കെട്ടും. പിന്നെ നമ്മൾ ഇതിൻ്റെ താളത്തിനനുസരിച്ച് കെട്ടുകയും പിന്നെ തിരിച്ച് ഇതേപോലെ കളിച്ച് അത് അഴിക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു കെട്ട് തെറ്റിയാൽ മൊത്തം കളി പ്രശ്നമാവും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് റീടേക്ക് എടുക്കാം. പക്ഷേ സ്റ്റേജിൽ കളിക്കുമ്പോൾ അങ്ങനത്തെ യാതൊരു സാധ്യതകളും സംഭവിച്ചിട്ടുണ്ടോ? അപ്പം ഞങ്ങൾക്ക് ഇതുവരെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പൊ നിലവിൽ എത്ര സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്? ഞങ്ങൾ 3 കഴിഞ്ഞു. 4 5-ാമത്തെ. എല്ലാം ഇങ്ങനെ കലോത്സവ വേദികളാണോ അതോ? അല്ല, ഞങ്ങൾ വാർഷികത്തിന് കളിച്ചു. പിന്നെ അമ്പലങ്ങളിലാണ് കളിച്ചത്. അവരുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതെ, കാരണം ഇത് ഇപ്പൊ അധികം കണ്ടവരുണ്ടായിരിക്കും, പക്ഷെ അധികം കാണാത്തവരാണ്. അതുകൊണ്ട് തിരുവാതിരക്കളി പിന്നെ ധാരാളം കണ്ടിട്ടുണ്ടാവും. പിന്നൽ തിരുവാതിര കാണാത്തത് ആദ്യം തന്നെ സൂചിപ്പിച്ചത് അതാണ്. പിന്നൽ തിരുവാതിര എന്ന് പറഞ്ഞ ഒരു പുത്തൻ ആശയം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തിരുവാതിര ഇതിന്റെ ഇടയിലുണ്ട് ഇപ്പോൾ പലരും പല സംഘങ്ങളും കളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറവാണ്. അതെ, കാരണം ഇതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് പലർക്കും ഇത് എടുക്കാൻ ഇത്തിരി പ്രയാസമല്ലേ. പ്രാക്ടീസിന് ഒരാൾ വന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കോമ്പൗണ്ടിൽ ഏതെങ്കിലുമൊക്കെ കുട്ടികളെ വിളിച്ചിട്ടാണ്, ആളില്ലെങ്കിൽ ഇത് പിടിക്കേണ്ടേ അതങ്ങോട്ട്. അപ്പം അങ്ങനെയൊക്കെ കുറേ റിസ്കുകൾ എടുത്തിട്ട് വഴിയിൽ കാണുന്നവരെയൊക്കെ വിളിച്ചിട്ടാണ് ഇത് പിടിപ്പിക്കുക സാരി. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ കൃഷ്ണന്റെ ഒരു കോൺസെപ്റ്റ് എന്താ പറയാത്? ഇവിടെ കുറച്ച് മിണ്ടാത്ത ആൾക്കാരുണ്ടല്ലോ. എന്താ കൃഷ്ണന്റെ കോൺസെപ്റ്റ് എന്താ അതില്? കൃഷ്ണന്റെ കോൺസെപ്റ്റ് ആര് പറയും? കൃഷ്ണന്റെ കോൺസെപ്റ്റ് എന്ത് പറയും?
കൃഷ്ണന്റെ പാട്ടുകൾ വെച്ചിട്ട് കളിക്കുന്നതുകൊണ്ട് ഒരു ഐഡിയ തോന്നിയതാണ്. പൊതുവെ ബാക്കിയുള്ള പിന്നൽ തിരുവാതിര പൊതുവെ കളിക്കുമ്പോൾ കൃഷ്ണൻ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ഞങ്ങള് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ കൃഷ്ണന്റെ പാട്ടുകളും ആയതുകൊണ്ട് എന്തായാലും ഡാൻസ് ഒക്കെ കളിക്കുന്ന കുട്ടികളുള്ളതുകൊണ്ട് അങ്ങനെ ചേർത്തി എന്നേ ഉള്ളൂ. ഒരു പുതിയൊരാശയം തോന്നി. അതുകൊണ്ട് ഈ സംഘത്തിലെ പാട്ട് പാടുന്ന ഒരു കുട്ടി കൂടിയാണ്. കൂടുതലായിട്ട് കൃഷ്ണന്റെ പാട്ടുകൾ തന്നെയാണോ അതിൽ വരാറുള്ളത്? ഇപ്പൊ പറഞ്ഞ പോലെ പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് കാലം മാറുന്നതിനനുസരിച്ച് നമ്മള് പുതിയ പുതിയ പാട്ടുകളും ഒക്കെ കൊണ്ടുവരും. പേരെന്തായിരുന്നു? ശ്രീനന്ദ. ഈ സംഘത്തോടൊപ്പം തന്നെ തുടക്കം മുതലേ ഉണ്ടോ? ശിശിയാണ്. രണ്ടുപേരും കൂടിയാണ് ഈ സംഘത്തിലെ പാട്ട് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? എന്ത് തോന്നുന്നു? ഇവരുടെ ഇപ്പം 3-4 സ്റ്റേജ് എല്ലാം കഴിഞ്ഞു. അപ്പൊ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. നല്ല റെസ്പോൺസ് കിട്ടുന്നതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. ചേട്ടനാണ് ഇതിന്റെ ഇടയ്ക്ക കൈകാര്യം ചെയ്യുന്നത്. ചേട്ടന്റെ പേര്? എൻ്റെ ഒരു മണികണ്ഠൻ. എങ്ങനെയുണ്ട് ചേട്ടാ ഇവരോടൊപ്പം ഉള്ള പെർഫോമൻസും കാര്യങ്ങളും? അടിപൊളി. ഓണത്തിന്റെ വിശേഷം എന്തൊക്കെയാ? ഇങ്ങനെ പോണു, കുഴപ്പമില്ല. ഇവിടെ തന്നെയാണോ സ്ഥലം? അതെ, പെരുങ്ങോട് തന്നെയാണ്. എത്ര വർഷമായി ഇടയ്ക്കയില്? ഞാൻ ഒരു 30-32 വർഷത്തോളമായി. ഞങ്ങളിവിടെ പെരുങ്ങോട് സ്കൂളിൻ്റെ കീഴിൽ തന്നെ പെരുങ്ങോട് ഹൈസ്കൂൾ പഞ്ചവാദ്യ സംഘം എന്ന് പറഞ്ഞിട്ടൊരു സംഘം ഒരു 49 വർഷമായിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൽ ഇടയ്ക്ക് ആർട്ടിസ്റ്റാണ്. പിന്നെ ഇപ്പോൾ അവിടെ പരിശീലകനും കൂടിയാണ്. ഇപ്പോൾ ഈ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട് സ്കൂളിൽ തന്നെ. ഇവർക്ക് ഇനി കൂടുതൽ പരിശീലനം കുട്ടികൾക്ക് നൽകാനാണ്. കലോത്സവത്തിൻ്റെയൊക്കെ സമയമായി തുടങ്ങിയല്ലേ? അതിൻ്റെയുള്ള പ്രിപ്പറേഷൻസ് ആണോ ഈ നേരത്തെ പറഞ്ഞ തിരുവാതിര കളിയിലെ കുട്ടികൾക്ക്? അതിൻ്റെ എങ്ങനെയാണ് കുട്ടികളെ ഒരു സബ് ജില്ലാ ലെവലിലേക്ക് തയ്യാറെടുക്കുകയാണോ മൊത്തത്തിൽ? അത് ഞങ്ങൾ UP-യും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും മത്സരിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ പഠിപ്പിക്കും. അപ്പോൾ തിരുവാതിര കളിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ജില്ലയിലും ഫസ്റ്റ് നമ്മൾ മേടിക്കാറുണ്ട്. സ്ഥിരമായിട്ട് കിട്ടാറുണ്ട്. ഹൈസ്കൂളും പോകാറുണ്ട്. നമ്മൾ സ്ഥാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഹയർ സെക്കൻഡറി എല്ലാം മത്സരിപ്പിക്കാറുണ്ട്. അപ്പോൾ വേറെ ടീച്ചർമാർ സാധാരണ ഇപ്പോൾ പഠിപ്പിക്കണമെങ്കിൽ 40,000-50,000 ഒക്കെയാണ് പുറത്തുനിന്ന്. അപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റിനും പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ എല്ലാ തവണയൊന്നും പോകാൻ പറ്റില്ല. കുറേ പരിമിതിയുടെ ഇടയിലല്ലേ ഞങ്ങൾക്ക് ഇത് മാത്രം ചെയ്താൽ പോരല്ലോ. അപ്പം എന്നാലും ജില്ല വരെയൊക്കെ ഞങ്ങൾ എത്താറുണ്ട്. ഈ പിന്നൽ തിരുവാതിര കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ സ്ഥിരമായിട്ട്? ഇല്ലില്ല, പിന്നൽ തിരുവാതിര ഇല്ല. കുട്ടികൾ പഠിച്ചിട്ടില്ല. സാധാരണ തിരുവാതിരക്കളിയാണ്. പിന്നെ കിണ്ണംകളി കളിക്കാറുണ്ട് കുട്ടികൾ. അത് ഈ ടീച്ചറിനെ പറയും. അതിന്റെ വിശേഷങ്ങൾ കിണ്ണംകളി രണ്ട് കൈയിലും കിണ്ണം വെച്ച് കുട്ടികൾ ഒരു 8-10 പേര് 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് നന്നായി കളിക്കാറുണ്ട്. കിണ്ണം താഴത്ത് വീഴാണ്ട് നന്നായിട്ട് കുട്ടികൾ പെർഫോമൻസ് ചെയ്യാറുണ്ട്. നന്നായി കളിക്കാറുണ്ട്. വാർഷികത്തിന് കളിപ്പിച്ചിട്ടുമുണ്ട്. വള്ളുവനാട് നൽകുന്ന ദൃശ്യഭംഗിക്കപ്പുറം വള്ളുവനാട് കാത്തുവെച്ച ഒരുപാട് കലകളുണ്ട് ഈ മണ്ണിൽ. ആ കലകൾ ഓരോന്നായി മണ്ണിൽ നിന്നും പൂർവ്വജന്മമെടുത്ത് വീണ്ടും അവതരിപ്പിക്കണം. അതിൽ ഒരു കലാരൂപമാണ് ഇവർ അവതരിപ്പിച്ച പിന്നൽ തിരുവാതിര. ഒരു സെക്കൻഡ് പോലും കളയാതെ സൂക്ഷ്മമായ നിരീക്ഷണവും അതുപോലെ തന്നെ പരിശീലനവും കൊണ്ടാണ് പിന്നൽ തിരുവാതിര എന്ന ആശയം ഇവർ ഇപ്പോൾ വള്ളുവനാടിൻ്റെ വിവിധ മേഖലകളിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും PCBയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നും ആശംസിക്കുകയാണ്. വള്ളുവനാടിൻ്റെ സ്വന്തം വാർത്താ ചാനലായ PCBയുടെ ഓണത്തിൻ്റെ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.